അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനുസല്ലി അലൈഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസുഹാബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറളില്ലാഹ്. പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? പ്രിയപ്പെട്ടവരെ, ഞാനൊരു ഹദീസ് കേട്ടത് മുതൽ വല്ലാത്ത വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. എന്താണെന്നറിയോ? നിങ്ങൾക്കത് ചിലപ്പോൾ നിസ്സാരമായി തോന്നും, പക്ഷേ എനിക്കത് നിസ്സാരമായി വിടാൻ കഴിയുന്നില്ല. അത്രത്തോളം ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്. നാം എപ്പോഴും ആഗ്രഹിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വചനം പറഞ്ഞവർ എപ്പോഴും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനാണ്. സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഈ ദുനിയാവിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. പകലന്തിയോളം നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ മക്കളെ വളർത്തുന്നത് നമുക്ക് പ്രയോജനമാകാൻ വേണ്ടിയിട്ടല്ലേ? നമ്മൾ അമൽ ചെയ്യുന്നത്, നമ്മൾ നിസ്കരിക്കുകയും സുന്നത്ത് നോമ്പ് പിടിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും പാവങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കുകയും നല്ല വർത്തമാനങ്ങൾ പറയുകയും ചെയ്യുന്ന നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സൽക്രമങ്ങൾ ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കാൻ, ആ സ്വർഗത്തിൽ നമുക്കിരിക്കാൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ നിങ്ങൾ ജന്നത്തുൽ ഫിർദൗസിനെ ചോദിക്കുക. അത് സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥലമാണ്. അവിടെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്വർഗം, അത് സ്വർഗത്തിൻ്റെ ഉന്നതമായ സ്ഥാനത്താണ്. അപ്പോൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു, ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് സ്വർഗമാണെങ്കിൽ, എന്നാൽ നിങ്ങൾ കേൾക്കണം, 4 കൂട്ടം ആളുകൾ അള്ളാഹുവിൻ്റെ അനന്തവിശാലമായ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലത്രേ. പ്രവേശിക്കുകയില്ല മാത്രമല്ല, സ്വർഗത്തിൻ്റെ പരിമളം പോലും അവർക്ക് ലഭിക്കുകയില്ല. സ്വർഗത്തിൻ്റെ വാസന, സ്വർഗത്തിൻ്റെ സുഖം, സ്വർഗത്തിൻ്റെ സുഗന്ധം പോലും അവർക്ക് ലഭിക്കുകയില്ലെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു. ദുക്കിറ ലനാ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അർബഅത്തുൻ ലാ യജിദൂന റീഹൽ ജന്ന. 4 കൂട്ടം ആളുകൾ സ്വർഗത്തിൻ്റെ പരിമളം പോലും അവർക്ക് ലഭിക്കുകയില്ല. വഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറതി 500 ആം. സ്വർഗത്തിൻ്റെ പരിമളം അത് 500 കൊല്ലത്തെ വഴിദൂരമുണ്ടെങ്കിലും, 500 കൊല്ലത്തെ വഴിദൂരമുണ്ടെങ്കിലും ആ 500 കൊല്ലത്തെ വഴിദൂരത്തോളം ആ സ്വർഗത്തിൻ്റെ പരിമളം അടിച്ചാലും, ആ പരിമളം, സ്വർഗത്തിൻ്റെ പരിമളം വീശിയാലും, സഹോദരങ്ങളെ, ഈ 4 കൂട്ടം ആളുകൾക്ക് അത് ആസ്വദിക്കാനുള്ള, അത് കൊള്ളാനുള്ള ഭാഗ്യമില്ലത്രേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ 4 കൂട്ടം ആളുകളിൽ നിന്ന് നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒന്നാമത്തെ ആളാരെന്നറിയോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ബഖീൽ, ലുബ്ധൻ. അള്ളാഹു ധാരാളം സമ്പത്ത് കൊടുത്തു,
ഒരുപാട് നിഅമത്തുകൾ അദ്ദേഹത്തിന് കൊടുത്തു, വാരിക്കോരി കൊടുത്തു. പക്ഷേ ഒരു രൂപ പോലും അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കുകയോ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ ചെയ്യുകയില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ മാതാപിതാക്കൾ പാവപ്പെട്ടവരായിരിക്കും, മാതാപിതാക്കൾ രോഗികളായിരിക്കും, മക്കൾ പാവപ്പെട്ടവരാണ്, അവർ രോഗികളാണ്, അവരുടെ ഇണകൾ പാവപ്പെട്ടവരാണ്, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ ഇവരൊക്കെ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നു. ഇദ്ദേഹം സുഖലോലുപനായി ജീവിക്കുകയാണ്, ധാരാളം സമ്പത്തുണ്ട്. പക്ഷേ പാവപ്പെട്ട ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കി ഒരു രൂപ പോലും അവർക്ക് കൊടുക്കൂല. യവൻ്റെ മനസ്സ് ഞെരുങ്ങിയ മനസ്സാണ്. 50 പൈസ പള്ളിക്ക് കൊടുക്കാത്ത ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തും ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരാളോടും കാരുണ്യമില്ലാത്തവൻ, അവനാണ് ലുബ്ധൻ, ബഖീൽ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എത്രയെത്ര ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തും അങ്ങനെയുള്ളവരുണ്ട്. എത്രയെത്രയോ പേർ സ്വന്തമായിട്ടൊന്നും വാങ്ങിച്ചു പോലും കഴിക്കത്തില്ല. കോടാനകോടി രൂപയുടെ ആസ്തിയുണ്ട് അവൻ്റെ കയ്യിൽ, പക്ഷേ ഒരു രൂപ പോലും അവൻ ചിലവഴിക്കൂല. അങ്ങനെയുള്ള ലുബ്ധരുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്ന് നമ്മൾ ചിലവഴിക്കണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. അതിനൊക്കെ ചിലവഴിക്കുന്നതിന് പ്രോത്സാഹനം നൽകണം. വലിയ കാര്യമാണ്. ലുബ്ധന്മാരെ അള്ളാഹു താല ഇഷ്ടപ്പെടില്ല. ലുബ്ധന്മാർക്ക് അള്ളാഹു താല അവൻ്റെ റഹ്മത്ത് നൽകൂല, അവൻ ജീവിത വിജയം നൽകൂല, സ്വർഗത്തിൽ അവനിക്ക് പ്രവേശനമില്ല. രണ്ടാമത്തെ കൂട്ടരാരെന്നറിയോ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ കൂട്ടർ മന്നാൻ, നന്മയെ തടയുന്നവൻ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ തടയുന്നവനാണ്. അതായത് നന്മ ചെയ്താൽ അത് എടുത്തു പറയും. എന്തെങ്കിലുമൊക്കെ പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്താലേ, അല്ലെങ്കിൽ മയ്യത്തിന് ചെലവഴിച്ചാൽ, അല്ലെങ്കിൽ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടാൽ, സാധുക്കൾക്കൊരു വീട് വെച്ച് കൊടുത്താൽ, ഇവൻ്റെ ആഗ്രഹം എന്താണ്? അതൊന്ന് പബ്ലിസിറ്റി ചെയ്യുക, അത് 10 പേരറിയുക. ഇന്ന മുതലാളി കൊടുത്തു, അല്ലെങ്കിൽ ഇന്ന ആളാണ് കൊടുത്തത്, എന്താണ്, തൻ്റെ അനുയായികളെ കൊണ്ട് പറയിപ്പിക്കുക. ജംഗ്ഷനുകളിലും അതുപോലെ ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്തുമൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നവർ. 10 ആളുകൾ കാണാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വന്ന് നമസ്കരിക്കുന്ന ആളുകൾ പറയാൻ ഇവൻ വലിയ ഇബാദത്തുള്ള ആളാണ്, ഇവൻ വലിയ നിസ്കാരക്കാരനാണെന്ന് പറയാൻ അങ്ങനെയുള്ള ആളുകൾ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാട്ടെ. അവരാണ് മന്നാൻ, നന്മകൾ എടുത്തു പറയുന്നവർ. അവർക്ക് സ്വർഗത്തിൻ്റെ വാസന പോലും ലഭിക്കുകയില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? മുദ്മിനുൽ ഖംർ, കള്ളു നുണയുന്നവൻ, കള്ളു രുചിക്കുന്നവൻ. അള്ളാഹ് ഹറാമാക്കിയതാണ് കള്ളുകുടി. ആ കള്ളുകുടി, അള്ളാഹു നിഷിദ്ധമാക്കിയ കള്ളിനെ നുണയുന്നവൻ, കുടിക്കുന്നവൻ, രുചിക്കുന്നവൻ, അവന് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുക മാത്രമല്ല, അതിൻ്റെ വാസന പോലും ലഭിക്കുകയില്ല. വാസന പോലും. ഇന്ന് കള്ളുകുടിയൊക്കെ വ്യാപകമായിരിക്കുകയാണ്. ഇന്ന് ചെറുപ്പക്കാർക്കൊക്കെ അതൊരു ഹോബിയാക്കി, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി, ചെറിയ രീതിയിലൊന്ന് ഫിറ്റാവുന്ന രീതിയിൽ, വലിയ ഫിറ്റായില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഒന്ന് ടൈം പാസിന് വേണ്ടിയിട്ട് കൂട്ടുകാരോടൊപ്പമൊക്കെ ഇന്ന് കള്ളു നുണയുന്നവരുണ്ട്. ഒരു കള്ളൊന്ന് രുചിക്കുന്നവരുണ്ട്. അവർക്ക് സ്വർഗത്തിൻ്റെ വാസന പോലും ലഭിക്കില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കള്ളുകുടിയന്മാരുടെയൊക്കെ അവസ്ഥ, നമ്മുടെ കേരളത്തിലൊക്കെ എത്ര കോടിയുടെ കള്ളാണ് ആഘോഷവേളകളിൽ വിറ്റഴിക്കുന്നത്. അള്ളാഹുവേ, ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബക്കാരെയും, നമ്മൾ സ്നേഹിക്കുന്നവർ, നമ്മളുമായി ബന്ധപ്പെടുന്നവരെ, നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാലാമത്തെ കൂട്ടരാരെന്നറിയോ? വൽ ആഖു ലിൽ
ലിൽ വാലിദൈഹി, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവർ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മാതാപിതാക്കളെ ബുദ്ധിമുട്ടിപ്പിക്കുക, മാതാപിതാക്കളെ സങ്കടത്തിലാഴ്ത്തുക, മാതാപിതാക്കളെ വിഷമിപ്പിക്കുക, ഇവർക്ക് അള്ളാഹു ഭയാനകരമായ ശിക്ഷയാണ് വച്ചിരിക്കുന്നത്. ഇന്ന് പല മാതാപിതാക്കളും വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. പല മാതാപിതാക്കളും ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലുമാണ്. അള്ളാഹുവേ, നീ ഞങ്ങളുടെ മാതാപിതാക്കൾക്കൊക്കെ ആഫിയത്തും ആരോഗ്യമൊക്കെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയവരാണ് അവർ. ഒരുപാട് വേദനകൾ, ഒരുപാട് ത്യാഗം അനുഭവിച്ച്, ഒരുപാട് സങ്കടം അനുഭവിച്ച്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച്, അവർ ഉറക്കമൊഴിഞ്ഞാണ് ആ പാവങ്ങൾ ഞങ്ങളെ വളർത്തിയത്. ഞങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് അങ്ങനെ കഷ്ടപ്പെട്ട് അവർ രോഗത്തിൻ്റെ മേൽ അടിമകളായി. അവർ പലരും മെഡിസിനുകൾ കഴിക്കുന്നവരുണ്ട്. നീ അവരുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ. ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും ഞങ്ങളുടെ കണ്ണിനെ കുളിർമയേകുന്ന, ഞങ്ങളുടെ കണ്ണിനെ ആനന്ദമാക്കുന്ന, ഞങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന മാതാപിതാക്കളാക്കി നീ ഞങ്ങളുടെ മാതാപിതാക്കളെ ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങൾക്ക് നൽകണമേ അല്ലാ. അതുകൊണ്ട് ഈ 4 കൂട്ടരിൽ അള്ളാഹു നമ്മളെയും നമ്മളെ ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ. നമുക്ക് അള്ളാഹു അനന്തവിശാലമായ സ്വർഗത്തിൽ അവൻ്റെ ഔദാര്യം കൊണ്ട് പ്രവേശിക്കാൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം പ്രവേശിക്കാൻ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവിടുത്തെയുടെ കല്യാണം കണ്ടുകൊണ്ട്, തൃക്കല്യാണം കണ്ടുകൊണ്ട് ആനന്ദിക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.